ഒരു അറസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നത് എന്താണ്? അതേക്കുറിച്ച് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു പുള്ളിയുടെ. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറേ ചോദ്യം ക്വസ്റ്റനിങ് ചെയ്തിട്ട് പിന്നെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? കൂടുതൽ മലയാളികളുണ്ടോ ഈ സംഘത്തിൽ? അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. ഇയാൾ സഹകരിക്കുന്നുണ്ടോ ചോദ്യം ചെയ്യലിനോട്? സാബിത്ത് സഹകരിക്കുന്നുണ്ടോ ചോദ്യം ചെയ്യലിനോട്? അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റില്ല. വളരെ പ്രിലിമിനറി സ്റ്റേജ് ആണ് ഇൻവെസ്റ്റിഗേഷനുണ്ട്. പക്ഷേ നല്ല ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വളരെ സജീവമായ രീതിയിൽ ഡിവൈഎസ്പിയിലേക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. സെൻട്രൽ ഏജൻസികളിൽ ഏതെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ? കൂടുതൽ കംപ്ലൈൻറ്റ്സ് അങ്ങനെ ആരെങ്കിലും രജിസ്റ്റർ? അത് സാധ്യത ഉണ്ടോ, പക്ഷേ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുകയാണെങ്കിൽ അത് മെറിറ്റ് ബേസിസിലെ നമ്മൾ ആക്ഷൻ എടുക്കും. കൊച്ചി സ്വദേശി മധുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ? അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല രീതിയിൽ. സെൻട്രൽ ഏജൻസികൾ ഏതെങ്കിലും വരാനുള്ള സാധ്യത അങ്ങനെ? അത് ഇപ്പോൾ ഈ സമയത്ത് സ്റ്റേറ്റ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ, കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. ലൈംഗിക ആരോപണം ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ ഇതിനെ സംബന്ധിച്ച്? പനങ്ങാട് പോലീസ് ഉൾപ്പെടെ കേസ് എടുത്തിട്ടുണ്ട്. പനങ്ങാട് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പനങ്ങാട് പോലീസ് അത് നമ്മുടെ കേസ് വേറെയാണ്. ഈ ഹൈദരാബാദ് റാക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വരുന്നുണ്ടോ? അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒന്നും പറയാൻ പറ്റിട്ടില്ല. പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പോകാൻ തീരുമാനമായിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എല്ലാം വളരെ സജീവമായ രീതിയിൽ ടീം ചെയ്യും. ഓൾറെഡി ഡിവൈഎസ്പിയിലേക്ക് ടീമുണ്ട്. വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. 2 ദിവസത്തിലേക്കത്തെ 2 അറസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അറസ്റ്റിൽ സാധ്യത ഉണ്ട്.